ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മത്തൻ കറി, അതും പരിപ്പിട്ട മത്തൻ കറി എങ്ങനെ ഉണ്ടാക്കാം കാണിക്കാനാണ് പോണത്. അത് ഞാൻ മത്തൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഈ മഞ്ഞ മത്തനാണ് കിട്ടുക, ഈ പംകിൻ മഞ്ഞ കളർ. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ആവശ്യമുള്ളത് ഈ കറി വയ്ക്കാൻ പരിപ്പ് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ് അത്. ഇത് നമുക്ക് കഴുകി ഊറാൻ വെക്കണം. അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ആവശ്യമുള്ള തേങ്ങ, ഉപ്പ്, ജീരകം, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പച്ചമുളക്, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി ഇതൊക്കെ തേങ്ങയിലിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ പരിപ്പ് കാണിച്ചു തരാം. കുക്കറിൽ ഞാൻ ഓൾറെഡി പരിപ്പിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഊറാൻ വെച്ച പരിപ്പാണ്. ഓൾറെഡി 1 മണിക്കൂർ ഊറാൻ വെച്ചത് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് കുക്കറിലിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. അതിൽ പരിപ്പിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട. 1 ഗ്ലാസ് വെള്ളം. പിന്നെ ഈ പരിപ്പിൽ ഞാൻ നേരത്തെ കാണിച്ച മത്തനില്ലേ, അതും ഇതിലേക്ക് ഇടണം. നമുക്ക് പരിപ്പും മത്തും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കേണ്ടത്. അതുകൊണ്ട് ഈ മത്തനും ഇതിലേക്ക് ഇടാം. ഇതിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ പറയണത് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിടാം. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ഇടാം, കൂടുതൽ വേണ്ട. 1 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടിട്ട് എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കിതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം കുക്കർ വേവിക്കാൻ വെക്കണ മുന്നേ എല്ലാം നല്ലോണം മിക്സ് ആവണം. എന്നിട്ട് ഇത് അടച്ച് നമുക്ക് ഏകദേശം ഞാനിത് ഒരു 3 വിസിൽ വെച്ചിട്ടുണ്ട്. ഈ കൂട്ടാൻ ശരിക്കും നല്ലോണം എല്ലാം പരിപ്പും മത്തനും എല്ലാം നല്ലോണം ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയാലേ ഈ കൂട്ടാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ വെക്കണത്. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു 3 വിസിൽ വെക്കണം. അപ്പോൾ കുക്കറിൽ റെഡി ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തേങ്ങയുടെ അരപ്പ് പറഞ്ഞുതരാം. അതിനാവശ്യമുള്ളത് ഞാൻ നേരത്തെ കാണിച്ചത് തേങ്ങ ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത്. നിങ്ങളുടെ മത്തൻ എത്ര അതനുസരിച്ച് തേങ്ങ നമുക്ക് അധികം ഒഴിക്കണ്ട. ഞാൻ പക്ഷേ ഈ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആണ് ഇടുന്നത്. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ജീരകവും ഇതും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ കാണിച്ചില്ല, ഇതേപോലെ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് കുക്കറിൽ വിസിൽ വരുന്നുണ്ട്. അതും ഒരു 3 വിസിലായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വിസിലാണ്. അപ്പോൾ ഇങ്ങനെ 3 വിസിലായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുക്കർ തുറക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ച് ഉടയ്ക്കാം. ഇത് കുറച്ച് ഉടയ്ക്കണം നല്ലോണം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കാം. ഇത് കുറച്ച് നേരം തിളയ്ക്കണം. നല്ലോണം തിളച്ച് തേങ്ങയുടെ അരപ്പും പിന്നെ മത്തനും പരിപ്പും എല്ലാം കൂടി നല്ലോണം തിളപ്പിക്കണം. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിന് താളിക്കണം. അതിനു വേണ്ടി വേറെ ഒരു അടുപ്പിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ എണ്ണ ചൂടായിട്ട് ജീരകം, പിന്നെ കുറച്ച് കടുക്, പിന്നെ ഒരു റെഡ് ഡ്രൈ ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലയുടെ ഇല ഉണ്ടെങ്കിൽ അതും കുറച്ചിടാം. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് താളിക്കാൻ വേണ്ടി ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം.
മിക്സ് ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ തന്നെ അത് അടച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യണത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കൂട്ടാൻ എന്നിട്ട് മിക്സ് ചെയ്യാം. അത് കുറച്ച് കട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൂടാറി കഴിഞ്ഞ് ഇത് കെട്ടി വയ്ക്കും. ഇവിടെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം. കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയും നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.